നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഒരു മോര് കറിയാണ്. മോര് കറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പാചകം പഠിക്കുന്ന സമയം തന്നെ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും മോര് കറി. അതുപോലെ ബാച്ചിലേഴ്സ് ആയാലും പിന്നെന്താ, നമുക്ക് സമയമില്ലാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, കറി വേണമല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മോര് കറി, അല്ലെങ്കിൽ മോര് കാച്ചിയതൊക്കെ. അപ്പോൾ ഇത് കഷ്ണങ്ങൾ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഇല്ലാതെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോര് കറി എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കിപ്പോൾ വീട്ടിൽ മോര് വേറെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ മോരുണ്ടാക്കി അത് കൂടെ കഴിക്കാൻ ഒന്നും കുഴപ്പമില്ല. അല്ലാതെ മോര് കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാത്രമാണ് തൈര് ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ തികയാതൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ സാധാരണ മോര് കറിയിൽ നിന്ന് എന്താണ് ഇതിനൊരു വ്യത്യാസം എന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ കറി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചെറിയ സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളിയും എടുത്താൽ മതി. ഇനി ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടെ ചേർക്കാം കേട്ടോ. നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2 പച്ചമുളക് മാത്രം ചേർക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം ചേർക്കാം. അപ്പോൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. സവാള മൂത്തും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത മസാലകളൊക്കെ നല്ലപോലെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ചട്ടിയിൽ വെക്കുന്നത് കൊണ്ടാണ് സ്റ്റവ് ഓഫ് ചെയ്യുന്നത്, കാരണം നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ മോര് ആണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു നല്ല ചൂടിൽ ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റവ് ഓഫ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ആവശ്യം. 1 കപ്പ് തൈരാട്ടോ, നല്ല കട്ട തൈരാണ് ഉള്ളത്. അത്യാവശ്യം പുളിയുള്ള തൈരെടുത്തു. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു കട്ടയൊക്കെ ഒന്ന് വിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാൻ പോവാണ്. എന്താണെന്നറിയോ? കടലപ്പൊടി ഇട്ടല്ലോ, അതൊരു 1/4 കപ്പ് ചേർക്കാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൽ ഇങ്ങനെ കട്ട കെട്ടാനൊന്നും പാടില്ല, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കടലമാവ് ചേർക്കുന്നത് നമ്മളിപ്പം ഇനി ഇതിൽ മോര് കറിയാണല്ലോ, അപ്പം വെള്ളം കൂടെ ചേർക്കും. കുറച്ചേ മോരുള്ളൂ, കുറേ പേർക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ അവർ ഒന്ന് കട്ടയായിട്ട് വരാനാണ്, അതല്ല ലൂസ് ആവാതെ വരാൻ വേണ്ടിയിട്ടാണ് ഈ കടലപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 3 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതലായാലും കുഴപ്പമില്ല, കടലമാവ് ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വന്നോളും. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നമ്മൾ കലക്കി വെച്ച മോര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം സ്റ്റവ് ഓഫ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റവ് ഓഫ് ചെയ്തതാണ്. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും, കാരണം തൈരായതുകൊണ്ട് പിരിഞ്ഞു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ കടലമാവുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് തിള വരുകയും വേണം. അപ്പോൾ ഇളക്കി കൊടുത്താൽ മതി, പിരിയുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറും. മഞ്ഞളിൻ്റെ കളറും അതുപോലെ കടലമാവിൻ്റെ കളറും എല്ലാം കൂടെ ആ തിളച്ച് വരുമ്പോൾ മാറി വരും, ഒരു മഞ്ഞ കളറായിട്ട് വരും. അപ്പോൾ ഏതാണ്ട് ഇത് റെഡി ആയിട്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മോര് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ഏതാണ്ട് അതൊക്കെ തന്നെ. അപ്പോൾ കടലപ്പൊടി ചേർക്കുന്നു എന്നുള്ളതാണ്. അപ്പം തൈരൊക്കെ കുറവാണ്, കുറേ പേർക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ടേസ്റ്റിൽ അങ്ങനെ എന്താ പറയുക, ഭയങ്കര വ്യത്യാസമില്ല. നമുക്ക് മോര് കറിയാണെന്ന് തന്നെ തോന്നുന്നില്ല. കുറച്ച് പുളിയുള്ള തൈര് എടുത്താൽ മതി, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് എടുത്താൽ മതി. ഇത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും മോര് കാച്ചിയതാണ്, മോര് കറിയാണെന്ന് തോന്നുകയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.